നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹിജാബ് വിവാദത്തിൽ വാദപ്രതിവാദങ്ങളുമായി മന്ത്രി വി ശിവൻകുട്ടിയും സ്കൂൾ അധികൃതരും. വിദ്യാർത്ഥിനിയെ പുറത്താക്കിയിട്ടില്ലെന്ന് എറണാകുളം പള്ളുരുത്തി സ്കൂൾ അധികൃതർ. DDE നൽകിയത് സത്യവിരുദ്ധമായ റിപ്പോർട്ടെന്ന് സർക്കാരിന് രേഖാമൂലം മറുപടി നൽകി പ്രിൻസിപ്പൽ. വിദ്യാർത്ഥിയുടെ അവകാശം മുഖ്യമെന്നും സ്കൂളിന് ഗുരുതര വീഴ്ചയെന്നും മന്ത്രി. മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന CPM നേതാവ് G സുധാകരൻ. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചതിൽ സജി ചെറിയാനും പങ്കെന്ന ആരോപണം. പാർട്ടിക്കുള്ളിലുള്ള തന്നോട് പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന് പറഞ്ഞ സജി ചെറിയാനെതിരെ നടപടി ആവശ്യപ്പെട്ട് സുധാകരൻ. പേരാമ്പ്ര സംഘർഷത്തിൽ 7 UDF പ്രവർത്തകർ കസ്റ്റഡിയിൽ. പ്രവർത്തകരുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് കോൺഗ്രസ്. പോലീസിന്റേത് പ്രതികാര നടപടിയെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ. പേരാമ്പ്രയിൽ LDFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന്. ആറന്മുള ആചാരലംഘന വിവാദത്തിൽ വെട്ടിലായി ദേവസ്വം ബോർഡ്. വിവാദമുണ്ടാക്കിയത് ബോർഡെന്ന് പള്ളിയോട് സേവാ സംഘം. ദേവസ്വം മന്ത്രി നിഷ്കളങ്കനെന്നും ക്ഷേത്രത്തിലെ ആചാരം മന്ത്രിക്ക് അറിയണമെന്നില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. നേത്രചികിത്സയ്ക്ക് കേരളത്തിലെത്തിയ കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയിലെ ഒഡുംഗെ അന്തരിച്ചു. അന്ത്യം കൂത്താട്ടുകുളത്ത്. ഹൃദയാഘാതമുണ്ടായത് പ്രഭാത നടത്തത്തിനിടെ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് മികച്ച തുടക്കം. മഹാരാഷ്ട്രയ്ക്ക് ബാറ്റിംഗ് തകർച്ച. പൃഥ്വി ഷാ അടക്കം 4 പേർ പുറത്തായത് റൺസൊന്നും എടുക്കാതെ. MD നിതീഷിന് 3, ബേസിലിന് 2 വിക്കറ്റ്. ഹിജാബ് വിഷയത്തിൽ സ്കൂളിന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ PTA. സ്കൂളിന്റെ യൂണിഫോം ധരിച്ച് കുട്ടിക്ക് പഠനം തുടരാം. സ്കൂളിന്റെ റൂൾ മന്ത്രിക്കും തടുക്കാൻ പറ്റില്ലെന്ന് PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറഞ്ഞു. അതേസമയം ഹിജാബ് വിവാദത്തിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു. കുട്ടിയുടെ പഠനം ഒരു തരത്തിലും വിലക്കിയിട്ടില്ലെന്നും സ്കൂളിന്റെ യൂണിഫോം ധരിച്ച് കുട്ടിക്ക് പഠനം തുടരാമെന്നുമാണ് PTA പ്രസിഡന്റിന്റെ പ്രതികരണം. സ്കൂൾ ബൈലോ അനുസരിച്ച് യൂണിഫോം ധരിക്കാമെന്ന് സമ്മതിച്ചത് കുട്ടിയുടെ പിതാവാണ്. സ്കൂളിന്റെ റൂൾസ് മന്ത്രിക്കും തടുക്കാൻ പറ്റില്ലെന്നും PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറഞ്ഞു. MP ഹൈബി ഈഡൻ അവകാശപ്പെട്ടതുപോലെ സമവായ ചർച്ച നടന്നിട്ടില്ലെന്നും PTA പ്രസിഡന്റ് വ്യക്തമാക്കി. പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ, അതിന് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ. അങ്ങനെ ശിരോവസ്ത്രം ധരിപ്പിക്കില്ല. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. MP വന്നിട്ടുണ്ടായിരുന്നു, കോൺവെന്റിൽ വന്നു പോയി എന്നല്ലാതെ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചിട്ടില്ല, PTA ആയിട്ട് സംസാരിച്ചിട്ടില്ല, ഒരാളും പങ്കെടുത്തില്ല. ഞങ്ങൾ അറിഞ്ഞതുപോലുമില്ല MPയുടെ സമയ ചർച്ച. സ്കൂളിന്റെ റൂൾസ് തടുക്കാൻ മന്ത്രിക്കും പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് തടുക്കാൻ മന്ത്രിക്ക് പറ്റുമോ? അതേസമയം ഹിജാബ് വിവാദത്തിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. പരാതി ലഭിച്ചപ്പോൾ സർക്കാർ ഇടപെട്ടുവെന്നും ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിൽ വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ്. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. വിവാദങ്ങളെ തുടർന്ന് അടച്ചിട്ട പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ ഇന്ന് തുറന്നു. കനത്ത പോലീസ് കാവലിലാണ് സ്കൂൾ തുറന്നത്. എന്നാൽ ഹിജാബ് ധരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇന്ന് സ്കൂളിലെത്തിയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവധിയെടുക്കുന്നുവെന്നാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ അറിയിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ച് മുൻ മന്ത്രി മുതിർന്ന CPM നേതാവുമായ G സുധാകരൻ. പാർട്ടിയിലുള്ള തന്നോട് പാർട്ടിയോട് ചേർന്ന് പോകാൻ പറഞ്ഞതിന് സജി ചെറിയാനെതിരെ നടപടിയെടുക്കണമെന്ന് G സുധാകരൻ പറഞ്ഞു. വിവാദ പരാമർശങ്ങളിലൂടെ CPMന് തലവേദന സൃഷ്ടിക്കുന്ന മുതിർന്ന CPM നേതാവ് G സുധാകരന്റെ പുതിയ പ്രസ്താവനയാണ് ഇപ്പോൾ പാർട്ടിക്ക് കൂടുതൽ തലവേദനയാകുന്നത്. സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ സുധാകരൻ പാർട്ടിയെയും കടന്നാക്രമിച്ചു. സജി ചെറിയാൻ സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം. എന്നോട് മത്സരിച്ചവരാരും ജയിച്ചിട്ടില്ല.
പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന് പറയുന്നു. പാർട്ടിക്കകത്ത് നിൽക്കുന്ന എന്നോടാണ് ഇത് പറയുന്നതെന്നും സുധാകരൻ വിമർശിച്ചു. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചു. പുറത്താക്കിയെന്ന് പറഞ്ഞ് ചില സഖാക്കൾ പടക്കം പൊട്ടിച്ചു. ടീ പാർട്ടി നടത്തി. അതിൽ സജി ചെറിയാനും പങ്കാളിയാണ്. സജി ചെറിയാനെതിരെ പാർട്ടി നടപടിയെടുക്കണം. പാർട്ടിയാണ് തന്നെക്കുറിച്ച് നല്ലത് പറയേണ്ടത്. സജി ചെറിയാന്റെ കൂട്ടർ തന്നെ BJPയിൽ വിടാൻ ശ്രമിച്ചു. തന്നോട് ഫൈറ്റ് ചെയ്ത് ഒരാളും ജയിച്ചിട്ടില്ല. പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തന്നോട് ഏറ്റുമുട്ടാൻ സജി ചെറിയാൻ വരേണ്ടതില്ല. അത് നല്ലതിനല്ല. സജി ചെറിയാൻ പാർട്ടിക്ക് യോജിക്കാത്ത 14 പ്രസ്താവനകൾ ഈയിടെ നടത്തി. പാർട്ടി വിലക്കിയില്ല. തന്നെ ഉപദേശിക്കാൻ എന്ത് അർഹതയാണ് സജിക്കുള്ളത്? അതിനുള്ള പ്രായമോ യോഗ്യതയോ ഇല്ലെന്നും G. സുധാകരൻ കൂട്ടിച്ചേർത്തു. G. സുധാകരൻ പാർട്ടിയുമായി ചേർന്നു പോകണമെന്നായിരുന്നു മുൻപ് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന. തനിക്കെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാർട്ടിയിലെ ചിലരാണെന്ന സുധാകരന്റെ ആക്ഷേപത്തോടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മുതിർന്ന CPM നേതാവ് AK ബാലനുമുണ്ട് സുധാകരന്റെ ചുട്ട മറുപടി. ബാലന് എന്നെക്കുറിച്ച് പറയാൻ എന്ത് കാര്യമെന്ന് സുധാകരൻ ചോദിച്ചു. 1972 SFI കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഇപ്പോൾ പറയേണ്ട കാര്യമെന്താണ്? താൻ മാറിയിട്ടില്ല, മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു. G. സുധാകരന് ഇപ്പോഴും SFIയുടെ മനസ്സെന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. അതേസമയം 3ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തില്ല എന്നും സുധാകരൻ പറഞ്ഞു. ഇങ്ങനെ പോയാൽ ഭൂരിപക്ഷം നേടാൻ കഴിയില്ല എന്നായിരുന്നു മുതിർന്ന CPM നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. അമൃത ന്യൂസ്, ആലപ്പുഴ. കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ നടപടിയുമായി പോലീസ് 7 കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. സംഘർഷത്തിനിടെ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. അതേസമയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരകളെയാണെന്നും പ്രതിഷേധം കടുപ്പിക്കുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ പറഞ്ഞു. സംഭവത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ആരോ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണെന്ന് UDF ആണെന്ന് പോലീസും ആവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് സംഭവത്തിൽ 7 കോൺഗ്രസ് പ്രവർത്തകരുടെ അറസ്റ്റ്. എറിഞ്ഞത് നാടൻ ബോംബാണെന്ന് സംശയമുണ്ടെന്നും വെടിമരുന്ന് ഗന്ധമുള്ള ചാക്കുനൂലുകളും ഇരുമ്പു ചീളുകളും സ്ഥലത്തു നിന്നും കണ്ടെത്തിയതായുമായാണ് വിവരം. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവ ലഭിച്ചത്. കണ്ടെടുത്ത വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. എന്നാൽ പോലീസ് കാണിക്കുന്നത് തെമ്മാടിത്തരമാണെന്നും അറസ്റ്റ് ചെയ്തത് ഇരകളെയാണെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ പ്രതികരിച്ചു. പോലീസ് കണ്ടെത്തിയ തെളിവുകൾ കൃത്രിമമാണ്. പ്രവർത്തകർ ഒന്നും എറിഞ്ഞിട്ടില്ല. അറസ്റ്റ് ചെയ്ത 7 പ്രവർത്തകരിൽ 2 പേർ പ്രതിഷേധത്തിനില്ലായിരുന്നു. അറസ്റ്റ് ചെയ്തവരുടെ പേര് FIRൽ രേഖപ്പെടുത്തിയിട്ടില്ല. സംഭവത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം. നാളെ പേരാമ്പ്ര DYSPയുടെ ഓഫീസിന് മുമ്പിൽ കോൺഗ്രസും RMPയും ചേർന്ന് സത്യാഗ്രഹം നടത്തുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു. ഇപ്പോൾ പോലീസ് കാണിക്കുന്നത് തമ്മാടിത്തരമാണ്. ഗുരുതരമായ കുറ്റം ചുമത്തിക്കൊണ്ട് 7 UDF പ്രവർത്തകരെ കസ്റ്റഡിയിലെത്തിയിരുന്നു. CPMന്റെ തിരക്കഥയിൽ പോലീസ് അഭിനയിക്കുകയാണ്. ഈ വസ്തുത പുറത്തു വരാൻ ഹൈക്കോടതി ജഡ്ജിയുടെ നിരീക്ഷണത്തിൽ ഒരു പ്രത്യേക ഏജൻസി അന്വേഷിക്കണം. ഏത് ഏജൻസിയായാലും കോടതി ഹൈക്കോടതി ജഡ്ജിയുടെ നിരീക്ഷണം വേണം. സത്യാവസ്ഥ പുറത്തു വരണം. ഇപ്പോൾ നടക്കുന്നത് പോലീസ് നരനായാട്ടാണ്. പോലീസിന്റെ തെണ്ടിത്തരമാണ്. ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്നതാണ്. അതേസമയം UDF പ്രവർത്തകർ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. അമൃത ന്യൂസ്, കോഴിക്കോട്. പേരാമ്പ്ര കേസിൽ പോലീസ് നടപടി അംഗീകരിക്കാനാവില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. സംഭവ സ്ഥലത്ത് ഇല്ലാതിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വരെ അറസ്റ്റ് ചെയ്തു. MPയെ തല്ലുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടായി. പോലീസ് നടത്തുന്നത് പ്രതികാര നടപടിയാണെന്നും ജനീഷ് പറഞ്ഞു. ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യ വിവാദത്തിൽ വെട്ടിലായി ദേവസ്വം ബോർഡ്. പരിഹാരക്രിയകൾ നിർദ്ദേശിച്ച് തന്ത്രി കത്ത് നൽകിയതിന് പിന്നാലെ ആചാരലംഘനം ഉണ്ടായിട്ടില്ലെന്നും വിവാദമുണ്ടാക്കിയത് ദേവസ്വം ബോർഡാണെന്നും പള്ളിയോട സേവാ സംഘം പറഞ്ഞു. സദ്യയിൽ പങ്കെടുത്ത മന്ത്രി അടക്കം പരിഹാരക്രിയയിലും പങ്കെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ആറന്മുള ക്ഷേത്രത്തിലെ ആചാരലംഘന വിവാദത്തിൽ ദേവസ്വം ബോർഡാണ് കത്തിലൂടെ എല്ലാം അറിയിച്ചതെന്ന് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ക്ഷേത്രം ഉപദേശക സമിതി ആചാരലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവർ രേഖാമൂലം അറിയിക്കണമെന്ന് അവരെ അറിയിച്ചതായും അതനുസരിച്ച് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ 2 തവണ കത്ത് നൽകിയെന്നും വിഷയമറിഞ്ഞാൽ ഇടപെടേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും തന്ത്രി പറഞ്ഞു. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ കത്ത് വന്നപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ തന്ത്രി AC കത്ത് കൊടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇമെയിലിൽ അതിന് മറുപടി എനിക്ക് തന്നു. ആ മറുപടിയിൽ ആണ് അകത്തെ പൂജകൾ 12 മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് 10:30 ശേഷം ഏതാണ്ട് 11-നുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയും ഉണ്ടായെന്നും അകത്ത് നിന്ന് ആരും ദീപം കത്തിച്ചു കൊടുത്തിട്ടില്ല.
പുറത്ത് ദീപം കത്തിച്ചത് ആരാണെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് തന്ന AC-യുടെ മറുപടി. അതിനാണ് ഞാൻ മറുപടി കൊടുത്തത്. ആദ്യത്തെ കത്തിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായശ്ചിത്ത വിഷയമാണ് എന്ന് ആർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ആ പ്രായശ്ചിത്തം നിശ്ചയിച്ചത്. സദ്യയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ ഷഡ്യബന്ധിതമായ ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു. അത്രയേ ഉള്ളൂ. ഇതോടെ ആറന്മുളയിലെ ആചാരലംഘന വിവാദം ഉണ്ടാക്കിയത് ദേവസ്വം ബോർഡ് തന്നെയെന്ന് ആരോപിച്ച് പള്ളിയോട് സേവാ സംഘം രംഗത്തെത്തി. ആറന്മുള ക്ഷേത്രത്തിൽ ആചാരലംഘനം നടന്നതിന് പ്രായശ്ചിത്തം വേണമെന്ന ക്ഷേത്രം തന്ത്രിയുടെ കത്ത് അതീവ ഗൗരവത്തോടെ കാണണമെന്നും തന്ത്രി നിർദ്ദേശിച്ച പ്രകാരം ദേവസ്വം മന്ത്രിയും അദ്ദേഹത്തിനൊപ്പം അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്ത പാർട്ടി നേതാക്കളും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിഹാരക്രിയകളിൽ ഭക്തിയോടെ പങ്കെടുക്കണമെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ആവശ്യപ്പെട്ടു. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ആറന്മുളയിലെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ആചാരങ്ങളെ സമ്പൂർണ്ണമായി ലംഘിച്ചിരിക്കുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ വന്ന് പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ്. തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്നും ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ലെന്ന് ഓർക്കണമെന്നും വിശദീകരിച്ച് CPM-ഉം രംഗത്തെത്തിയിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആറന്മുള ആചാരലംഘന വിവാദത്തിൽ ദേവസ്വം മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ക്ഷേത്രത്തിലെ ആചാരം അറിയണമെന്നില്ല. പള്ളിയോട് സേവാ സംഘത്തിനാണ് നടത്തിപ്പ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത് സംഘാടകരാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. പള്ളിയോട് സേവാ സംഘത്തിന്റെ ഈ പള്ളിയോട് സദ്യ കഴിയുമ്പോൾ സ്വാഭാവികമായി എന്തോ ഒരു ശുദ്ധിക്രിയ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥർ ഈ കത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്കറിയില്ല, അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പിന്നെ അവിടുത്തെ AC-യോടും അവിടുത്തെ AO-യോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്നെയും കണക്ട് ചെയ്യാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പോറ്റിയുമായി യാതൊരു തരത്തിലുമുള്ള വഴിവിട്ട ബന്ധം ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് മാത്രമല്ല, കാണാതായ സ്വർണവും കണ്ടെടുക്കണമെന്നാണ് ആവശ്യമെന്ന് PS പ്രശാന്ത് പറഞ്ഞു. 2019 ദൗർഭാഗ്യമായ ഒരു സംഭവത്തിന്റെ പേരിൽ ഇത്തരം വിവാദങ്ങൾ നിൽക്കുന്നു. അതൊരു അവസരമായി എടുത്തുകൊണ്ട്, അതിനൊരു സുവർണ അവസരമായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കും ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടത്താതിരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. അതെന്തിന്റെ ഭാഗമായിട്ടൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു നല്ല സമിതി, അന്വേഷണ സമിതി അന്വേഷിക്കുന്നുണ്ട്. 6 ആഴ്ച ആ സമയം നമ്മളൊന്ന് ക്ഷമിക്കണം. ശബരിമല വിഷയത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വൈക്കം ക്ഷേത്രത്തിൽ സ്വർണ്ണ മോഷണം നടന്ന വാർത്തയും ഇതിനിടെ പുറത്തുവന്നു. വിശ്വാസമില്ലാത്ത മന്ത്രിമാരാണ് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അല്ല, ശബരിമലയുടെ കാര്യത്തിലാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സ്വർണ്ണ കൊള്ളയും അതോടൊപ്പം തന്നെ മറ്റ് ഒട്ടനവധി സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡുങ്കെ എറണാകുളം കൂത്താട്ടുകുളത്ത് അന്തരിച്ചു. ശ്രീധരീയം നേത്രാശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 80 വയസ്സായിരുന്നു. ഒഡുങ്കയുടെ മരണവുമായി ബന്ധപ്പെട്ട് കെനിയൻ അധികൃതരുമായും ഡൽഹിയിലെ കെനിയൻ ഹൈക്കമ്മീഷണറുമായും ബന്ധപ്പെടുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗയുടെ അന്ത്യം സംഭവിച്ചത്. ഒരാഴ്ച മുൻപാണ് തുടർ നേത്രചികിത്സയുമായി ബന്ധപ്പെട്ട് ഒഡിംഗ കൂത്താട്ടുകുളത്തെത്തിയത്. ശ്രീധരീയം ആശുപത്രിയുമായി റെയ്ല ഒഡിംഗയ്ക്ക് ദീർഘകാലമായി ബന്ധമുണ്ട്. 2020 മുതൽ മകൾ റോസ്മേരിയുടെ കണ്ണിന്റെ ചികിത്സ ഉൾപ്പെടെ ഇവിടെയാണ് നടത്തിയത്. രാവിലെ പ്രഭാത നടത്തുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട് കുഴഞ്ഞുവീണ റെയ്ല ഒഡിംഗയെ കൂത്താട്ടുകുളം ദേവമാത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്നാണ് അന്ത്യം. മകളും ബന്ധുക്കളും ഒപ്പമുണ്ട്. 2019 കാഴ്ച നഷ്ടപ്പെട്ട മകൾ റോസ്മേരിയുടെ ചികിത്സയ്ക്കായാണ് റെയ്ല ഒഡിംഗ ആദ്യമായി കേരളത്തിലെത്തിയത്. 3 വർഷം മുമ്പ് ശ്രീധരീയത്തിലെ ചികിത്സയിലൂടെ മകളുടെ കാഴ്ച തിരിച്ചു കിട്ടിയ വിവരം അദ്ദേഹം അറിയിച്ചിരുന്നു. A friend of mine then came to hand and suggested that there is an institution in India doing what they call Ayurvedic treatment that we should try. We then decided to try, and we sent her to Kerala, to Cochin, at this center. That was in 2019. When she put them on, she was seeing. She was, of course, very excited that she had regained her sight. She could see her house, she could see her kitchen, she could see her children,
and she called me in amazement. റെയ്ല ഒഡിംഗയുടെ മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ ഉൾപ്പെടെ നിരവധി വേദികളിൽ പരാമർശിച്ചിട്ടുണ്ട്. 2008 മുതൽ 2013 വരെ കെനിയയുടെ പ്രധാനമന്ത്രിയായിരുന്നു റെയ്ല ഒഡിംഗ. 1997, 2007, 2013, 2017, 2022 എന്നീ വർഷങ്ങളിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇഡ ഒഡിംഗയാണ് ഭാര്യ. റോസ്മേരിയെ കൂടാതെ ഫിഡൽ, റെയ്ല ജൂനിയർ, വിന്നി എന്നീ 3 മക്കൾ കൂടിയുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെയ്ല ഒഡിംഗയുടെ മൃതദേഹം കെനിയയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. പുതിയ പാർട്ടി ആസ്ഥാന മന്ദിരത്തിനായി 32 സെന്റ് ഭൂമി വാങ്ങിയത് നിയമപ്രകാരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭൂമി ഇടപാട് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കി MV ഗോവിന്ദൻ സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തു. വാങ്ങിയ ഭൂമിയിൽ 30 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ ആസ്ഥാന മന്ദിരം പണിതുവെന്നും MV ഗോവിന്ദൻ പറയുന്നു. ISRO ശാസ്ത്രജ്ഞ ഇന്ദു ഗോപനാണ് ഹർജിക്കാരി. AKG സെന്റർ നിൽക്കുന്ന 32 സെന്റ് സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉടലെടുത്തിരിക്കുന്നത്. തന്റെയും മുത്തച്ഛന്റെയും പേരിലുണ്ടായിരുന്ന ഭൂമി തങ്ങളറിയാതെ CPM വില കൊടുത്തു വാങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി ISRO ശാസ്ത്രജ്ഞ ഇന്ദു ഗോപനാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. കോടതിക്ക് നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി ഭൂമി ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കിയത്. ഭൂമി CPM വാങ്ങുമ്പോൾ കേസുകൾ ഇല്ലായിരുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഭൂമി വാങ്ങിയത് നിയമപ്രകാരമെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. വാങ്ങിയ ഭൂമിയിൽ 30 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ ആസ്ഥാന മന്ദിരം പണിതുവെന്നും MV ഗോവിന്ദൻ സുപ്രീം കോടതിയെ അറിയിച്ചു. 1998 ലേലത്തിൽ കൂടി ലഭിച്ച ഭൂമി 2021 6,40,00,000 രൂപയ്ക്ക് CPM സ്വന്തമാക്കിയത്. എന്നാൽ കൈവശമുണ്ടായിരുന്ന ഭൂമി തങ്ങളറിയാതെ ലേലം ചെയ്തുവെന്നും CPM അത് വാങ്ങിയെന്നുമാണ് ഇന്ദുവിന്റെ വാദം. ഇപ്പോൾ AKG സെന്റർ നിൽക്കുന്ന ഭൂമി മുൻപ് പോത്തൻ കുടുംബാംഗത്തിന്റെ പേരിലായിരുന്നു. ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവിന്റെ പേരിൽ ഭൂമി ജപ്തിയിലേക്ക് എത്തി. പിന്നീട് ലേലത്തിൽ വാങ്ങിയവരിൽ നിന്ന് CPM ഭൂമി വാങ്ങിയെന്നാണ് വിവരം. അതേസമയം ഭൂമി സംബന്ധിച്ച കേസുള്ളത് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അറിയിച്ചിരുന്നുവെന്ന ഇന്ദുവിന്റെ വാദം ശരിവെക്കുന്ന കത്ത് അടുത്തിടെ പുറത്തുവന്നിരുന്നു. തങ്ങൾ വാങ്ങിയ ഭൂമി ലേലത്തിൽ കൂടി നിയമവിരുദ്ധമായി സ്വന്തമാക്കിയവർ അത് CPMന് വിൽക്കാൻ ശ്രമിക്കുന്നതായും പിന്മാറണമെന്നുമായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേരള രാഷ്ട്രീയത്തിലേറെ ചർച്ചയായ കണ്ണൂർ മുൻ ADMK നവീൻ ബാബുവിന്റെ വേർപാടിൽ നിന്ന് 1 വർഷം. യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CPM നേതാവ് PP ദിവ്യ നടത്തിയ അധിക്ഷേപ പ്രസംഗമാണ് നവീൻ ബാബു ജീവനൊടുക്കാൻ കാരണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. അതേസമയം കേസിലെ ഏക പ്രതിയായ ദിവ്യ വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമാവുകയാണ്. സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിപ്പോകാനിരിക്കെ 2024 ഒക്ടോബർ 14 കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നവീൻ ബാബു മരിച്ച ദിവസം കലക്ട്രേറ്റിൽ യാത്രയയപ്പ് യോഗം നടന്നിരുന്നു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ ക്ഷണിക്കാതെ എത്തി നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചു. കൈക്കൂലി ആരോപണമായിരുന്നു ദിവ്യ ഉന്നയിച്ചത്. ഇതിൽ മനം നൊന്താണ് നവീൻ ബാബു ജീവനൊടുക്കിയത് എന്നാണ് കുടുംബത്തിന്റെ പരാതി. CPM നേതാവായ PP ദിവ്യക്കെതിരെ പരാതി ഉയർന്നതോടെ ADMന്റെ മരണം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചു. സംഭവം സംസ്ഥാന സർക്കാരിനെയും CPMനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാഴ്ത്തി. ഇതോടെ ആത്മഹത്യാ പ്രേരണ കേസിൽ PP ദിവ്യ ഏക പ്രതിയായി. യാത്രയയപ്പ് യോഗത്തിൽ PP ദിവ്യ നടത്തിയ പ്രസംഗമാണ് ADMന്റെ ആത്മഹത്യക്കിടയാക്കിയത് എന്നാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. 10 ദിവസം ദിവ്യ ജയിലിൽ കഴിഞ്ഞു. ഇതോടെ ദിവ്യയെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം CPM നീക്കം ചെയ്തു. തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ കേസ് തലശ്ശേരി സെഷൻസ് കോടതി ഡിസംബർ 16 പരിഗണിക്കും. അതിനിടെ പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു. അതേസമയം പെട്രോൾ പമ്പിനുള്ള അനുമതിക്കായി നവീൻ ബാബു പ്രശാന്ത് എന്ന ആളോട് കൈക്കൂലി വാങ്ങിയെന്ന ദിവ്യയുടെ ആരോപണത്തിൽ തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. ഇതിനിടെ പ്രതിയായ PP ദിവ്യ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെങ്കിലും വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. ADM നവീൻ ബാബുവിന്റെ വിയോഗത്തിൽ ഒരാണ്ട് പിന്നിടുമ്പോൾ കുടുംബം പറഞ്ഞ പല കാര്യങ്ങളും അന്വേഷിച്ചില്ല എന്ന് ഭാര്യ മഞ്ജുഷ. നീതി ഏറെ അകലെ എന്ന തോന്നലുണ്ട്. PP ദിവ്യയുടെ ഫോൺ ഇതുവരെ പരിശോധിച്ചില്ല. കോടതിയിൽ വിശ്വാസമുണ്ട് എന്നും കുടുംബം പറഞ്ഞു. ഒക്ടോബർ 15 നമ്മളെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ഓർക്കുന്നത്. അത് വീണ്ടും ഒന്നുകൂടെ ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല.
പോലീസ് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് അവരെല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട്, അന്വേഷണ പരിധിയിലുണ്ടെന്ന്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിനോടൊപ്പം അതിൽ അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് അവർ ഈ പറയുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ പോയിന്റുകൾ അന്വേഷിച്ചിട്ടില്ല, അഥവാ അന്വേഷിച്ചിട്ടുണ്ട് അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അവർ കുറ്റപത്രം സമർപ്പിച്ചതെന്നും. നവീൻ ബാബു മരിച്ചിട്ട് 1 വർഷമായിട്ടും കുടുംബത്തോട് സർക്കാർ കാട്ടിയത് അനീതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം സർക്കാർ നടത്തുന്നു. CBI അന്വേഷണം വന്നാൽ ഇപ്പോൾ കുടുങ്ങിയ ആളുകൾ മാത്രമല്ല കൂടുതൽ ആളുകൾ കുടുങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആ കുടുംബത്തോട് ഈ സർക്കാർ കാട്ടിയത് അനീതിയാണ്. സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാവരും ഇറങ്ങിയപ്പോൾ മാത്രമാണ് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി കേസെടുത്തതും മറ്റു കാര്യങ്ങൾ ചെയ്തു. നവീൻ ബാബുവിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റി പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തൃശൂരിൽ ട്രെയിൻ യാത്രയ്ക്കിടെ കുഴഞ്ഞു വീണ ആദിവാസി യുവാവ് ആംബുലൻസ് കിട്ടാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മരിച്ച സംഭവത്തിൽ പോലീസിന്റെ നിർണായക കണ്ടെത്തൽ. ആംബുലൻസ് എത്താൻ അരമണിക്കൂറോളം വൈകിയെന്ന് പോലീസ് റിപ്പോർട്ട്. ഇന്റലിജൻസ് ADGP P. വിജയന് നൽകിയ റിപ്പോർട്ടിലാണ് ഗുരുതര വീഴ്ചയുടെ കണ്ടെത്തൽ. ശ്രീജിത്തിനെ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച അരമണിക്കൂറോളം കഴിഞ്ഞ ശേഷമാണ് ആംബുലൻസ് എത്തിയതെന്നാണ് റിപ്പോർട്ട്. ആംബുലൻസിന് വിവരം കൈമാറിയ സമയത്തെപ്പറ്റി പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. ശ്രീജിത്തിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തും. ആംബുലൻസ് വൈകിയതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്ന ശ്രീജിത്ത് മരിക്കുകയായിരുന്നുവെന്ന വിവരം ശരിവെക്കുന്നതാണ് റിപ്പോർട്ട്. ഈ മാസം 6-ാം തീയതിയാണ് ട്രെയിനിൽ കുഴഞ്ഞു വീണ ചാലക്കുടി സ്വദേശി ആദിവാസി യുവാവ് ശ്രീജിത്ത് ആംബുലൻസ് കിട്ടാൻ വൈകിയതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിൽ മരിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ. സ്വർണ്ണവിലയിൽ ഇന്നും വർധന. പവന് 400 രൂപ കൂടി 94,520 രൂപയായി. 1 ഗ്രാമിന് ഇന്നത്തെ വില 11,815 രൂപയാണ്. ഗ്രാമിന് 50 രൂപയാണ് കൂടിയത്. യുദ്ധം, ട്രംപിന്റെ നികുതി യുദ്ധം, ആഗോള വെല്ലുവിളികൾ എന്നിവ നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിച്ചതായാണ് കണക്കാക്കുന്നത്. നിലവിൽ രാജ്യത്ത് ദീപാവലി ഡിമാൻഡും സ്വർണ്ണവില ഉയരാനുള്ള കാരണമാണ്. കൊല്ലം കടയ്ക്കലിൽ 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ആളെ പോലീസ് പിടികൂടി. പെൺകുട്ടിയുടെ അമ്മയോടൊപ്പം താമസിക്കുന്ന ആളാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഹോട്ടൽ ജീവനക്കാരനായ കണ്ണൂർ സ്വദേശിയായ പ്രതിയെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് അമ്മയുടെ കൺമുന്നിൽ വെച്ച് സ്കൂൾ വാൻ ഇടിച്ച് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. മാനിപുരം സ്വദേശി മുനീറിന്റെ മകൻ ഉവൈസാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. സഹോദരിയെ സ്കൂൾ വാനിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ കുട്ടി വാനിന് മുന്നിൽ പെടുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 ദിവസം മുമ്പാണ് ഉവൈസിന്റെ അച്ഛൻ വിദേശത്തേക്ക് പോയത്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ ആദ്യ മത്സരം മഹാരാഷ്ട്രയുമായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ മഹാരാഷ്ട്രയ്ക്ക് തകർച്ച. 91 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റ് നഷ്ടമായി. കേരളത്തിനു വേണ്ടി MD നിതീഷ് 3-ഉം നെടുമാങ്കുഴി ബേസിൽ 2 വിക്കറ്റുകളും നേടി. മഹാരാഷ്ട്രയുടെ പൃഥ്വി ഷാ ഉൾപ്പെടെ 4 പേർ റൺസ് എടുക്കാതെ പുറത്തായി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.